വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. ഇന്ന് നമുക്ക് അടദോശ തയ്യാറാക്കാം. അടദോശ സ്പൈസി ആയിട്ടുള്ള ദോശയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് എരിവ് കുറവായിട്ടുള്ള ചമ്മന്തിയോ അല്ലെങ്കിൽ അവിയലും കൂട്ടിയാണ് കഴിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ കടലപ്പരിപ്പും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത്. പരിപ്പ് ചേർക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഹെൽത്തി എന്ന് പറയുന്നത്. അടദോശ നമുക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള ദോശയായിട്ടും തയ്യാറാക്കാം, കുറച്ച് തിന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ടും തയ്യാറാക്കാം. രണ്ട് ടൈപ്പിനായാലും ആട്ടിയെടുക്കേണ്ടതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ കട്ടിയായിട്ടുള്ള അടദോശയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അധികം വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയായിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതും കുറച്ചും കൂടെ നന്നായിട്ട് അരച്ചാണ് എടുക്കുന്നത്. ഞാനിന്ന് തയ്യാറാക്കുന്നത് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള അടദോശയാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വെള്ള പുഴുക്കലരിയാണ് ഉപയോഗിക്കേണ്ടത്, ചമ്പാവരി ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല. പിന്നെ 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് കഴുകി ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് പുഴുക്കലരിയും 1/2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് കടലപ്പരിപ്പാണ്. പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഉഴുന്നാണ്. കടലപ്പരിപ്പും ഉഴുന്നും മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കടലപ്പരിപ്പും ഉഴുന്നും രണ്ടും നന്നായിട്ട് കഴുകി അതും 6 മണിക്കൂർ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് ഞാനിവിടെ 8 വറ്റൽ മുളക് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വറ്റൽ മുളകും കൂടെ ചേർത്താണ് ഈ ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. കുതിർത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് ഇത് അരഞ്ഞു കിട്ടും. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു 10-12 ചെറിയ ഉള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയെല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ദോശ നല്ലെണ്ണ ഒഴിച്ചാണ് തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിക്കാതെ തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഈ ദോശയ്ക്കുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇത് ഫെർമെന്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്ക് ദോശ തയ്യാറാക്കാം. ഇപ്പം അഥവാ നമ്മൾ ഉടനെ തന്നെ ദോശ തയ്യാറാക്കുന്നില്ല എങ്കിൽ ആട്ടിയെടുത്തതിന് ശേഷം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നമ്മൾ എപ്പോഴാണ് ദോശ തയ്യാറാക്കുന്നത് അപ്പോഴും മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം മാവ് ആട്ടി ഒന്ന് ചെറുതായിട്ട് റൂം ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഉഴുന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഉഴുന്ന് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ കടലപ്പരിപ്പും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കടലപ്പരിപ്പ് ഒരുപാട് സ്മൂത്ത് ആയിട്ട് അരയ്ക്കേണ്ട, 1-2 അരച്ചെടുക്കണം. കുറച്ച് അരഞ്ഞും വേണം, എന്നാൽ 1-2 പരിപ്പ് അവിടെ ഇവിടെയായിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഉഴുന്നും കടലപ്പരിപ്പും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരികളായിട്ട് നമുക്ക് കടലപ്പരിപ്പ് കാണാം. ഇനി നമുക്ക് അടുത്തത് അരിയാണ് ആട്ടിയെടുക്കാനുള്ളത്. അരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വറ്റൽ മുളക്, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അരിയും നമുക്ക് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കേണ്ട, ചെറിയ തരികളോട് കൂടി വേണം അരിയും അരച്ചെടുക്കാനായിട്ട്. അരി ആട്ടിയെടുത്തിട്ടുണ്ട് ചെറിയ തരികളോട് കൂടി. ഇതും കൂടെ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉഴുന്നും പരിപ്പിന്റെയും കൂട്ടിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എന്നിവയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശ ഉടനെ തയ്യാറാക്കുകയാണെങ്കിൽ ഇതെല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം കറിവേപ്പില, ഇഞ്ചി, ചെറിയ ഉള്ളിയൊക്കെ ദോശ തയ്യാറാക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാതെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അടദോശയുടെ നമ്മൾ ആട്ടിയെടുത്ത മാവ് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം.
പിന്നെ ഇതിനകത്ത് കുരുമുളക് ജീരകവും കൂടെ ഒന്ന് ചതച്ചെടുത്തത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ഇത് ഓപ്ഷനിലാണ്. ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും മിക്സിയിലിട്ട് 1-2 ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചെക്ക് ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. സാധാരണ ദോശമാവിൻ്റെ അത്രയും തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി തുടങ്ങാം. ഒരു നോൺ സ്റ്റിക്ക് ദോശക്കല്ല് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ, നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഒരു തവി മാവെടുത്ത് നന്നായിട്ട് തിന്നായിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദോശ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് മുരിച്ച് 2 വശവും നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഒരു വശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റും കൂടെ നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും നല്ല ഗോൾഡൻ കളർ ആവുന്നത് മൊരിച്ചെടുക്കാം. ഈ ദോശയ്ക്ക് നമ്മൾ ഈ കുരുമുളകും ജീരകവും ചേർക്കുന്നത് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. അത് താല്പര്യമുള്ളവർ മാത്രം ചേർക്കുക. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണെങ്കിൽ ഞാൻ 8-9 വറ്റൽമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ്. 2 വശവും ദോശ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ ക്രിസ്പി ആയിട്ടും നല്ല സ്പൈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എപ്പോഴും നോർമലായിട്ട് ചെയ്യുന്ന ദോശയിൽ നിന്ന് വ്യത്യസ്ത രുചിയുള്ള കുറച്ചും കൂടെ ഫ്ലേവറോട് കൂടിയുള്ള ഒരു ദോശയാണിത്. ഇതിന്റെ കൂടെ കുറച്ച് എരിവ് കുറവായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയോ അവിയലോ ആണ് ഇതിന്റെ കോമ്പിനേഷനായിട്ട് കഴിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.